ചായ വേണ്ടേ? കൊറേ നാളായി എനിക്ക് ഈ തീവണ്ടി ശബ്ദം താങ്ങാൻ പറ്റണില്ല അയ്യപ്പാ. ഞാൻ അതല്ല ഓർക്കുന്നത്, തൊട്ടു പുറകെ വണ്ടി എത്തുന്നത് വരെ താനത് അറിഞ്ഞില്ലെന്ന് പറയുന്ന അത്ഭുതം. അത് ശരി, എന്റെ പൊന്ന് ശങ്കര, തന്റെ ചെവിക്കേ കുഴപ്പം തുടങ്ങി, കണ്ണുകൂടി അടിച്ചു പോവേ. മറ്റേ വണ്ടി വന്നപ്പോ ഞാൻ കുടിച്ചിട്ടില്ലായിരുന്നു, സത്യം. ഗേറ്റ് തുറന്ന സമയമായി. ശങ്കര, ഇത് ഞാനാടാ, അമ്മാവൻ. അമ്മാവനെന്ന് എവിടെയായിരുന്നു മയിലാട്ടം? പാറേക്കാവില്. നീ എന്താ വരാഞ്ഞേ? ഒരു ഉത്സവം വിടാത്ത ആളാണല്ലോ നീ. മയിലാട്ടമുള്ള വിവരം ഞാൻ അറിഞ്ഞില്ലല്ലോ. പാറക്കാവിലെ ഉത്സവം കഴിഞ്ഞ ആഴ്ചയല്ലായിരുന്നു, മേടം 10-ന്. ഓ, എനിക്ക് തെറ്റി. ഇത് ഉത്സവമല്ല, വഴിപാടാ. ജർമ്മനിയിലുള്ള നാരായണൻകുട്ടി വന്നില്ലേ, അയാളുടെ ഭാര്യയുടെ. അല്ല ശങ്കരൻകുട്ടിയെ, നീ അലറി കരഞ്ഞിട്ടും എന്താ ശബ്ദം പുറത്തേക്ക് വരാഞ്ഞേ? ശബ്ദം വന്നില്ലേ? ഇല്ല. നീ എന്തോ കൂത്ത് കാണിച്ചെന്നെ കളിയാക്കാണെന്നല്ലേ ഞാൻ ഓർത്തത്. ശബ്ദ ഇപ്പൊ നമ്മുടെ കുടുംബത്തിന്റെ പ്രശ്നം. തീവണ്ടി തൊട്ട് പുറകെ വന്നിട്ടും ഞാനത് കേട്ടില്ല. ഞാൻ പേടിച്ച് കരഞ്ഞിട്ട് അമ്മാവനും അത് കേട്ടില്ല. നിന്റെ കുടി ഇത്തിരി കൂടുതലുണ്ടെന്ന് പറഞ്ഞു സരോജിനി. അങ്ങനെയൊന്നുമില്ല. എല്ലാം എനിക്കറിയാം. ജോലി സമയത്ത് കുടിച്ചതിന് മേലധികാരികൾ ശാസിച്ചില്ലേ നിന്നെ ഈയിടെ? അതൊക്കെ സരോജിനി വെറുതെ അവളെ പറയണ്ട. കുടിച്ചിട്ട് നീ ഉണ്ടാക്കണ ബഹളങ്ങള് നാട്ടുകാര് പറഞ്ഞ് ഞാൻ അറിയണുണ്ട്. 2 കുഞ്ഞുങ്ങളുള്ളത് പറക്കം മുറ്റിയിട്ടില്ല എന്നുള്ള ഓർമ്മ വേണം ശങ്കര നിനക്ക്. നീ ജോലി ചെയ്തുണ്ടാക്കുന്നത് നീ തന്നെ കുടിച്ചു മുടിക്കേ, അതാരും ചോദിക്കണില്ല. പക്ഷേ അവള് പശുവിനെ പോറ്റി ഉണ്ടാക്കുന്ന കാശും കൂടി നീ എടുത്തുകൊണ്ട് പോവാന്ന് പറഞ്ഞാ നില മറക്കരുത് ശങ്കര. എല്ലാം ആകാം, പക്ഷേ നിൽക്കാനൊരു തറയുണ്ട് എല്ലാവർക്കും. അത് മാറി നിന്ന് കളിക്കരുതാരും. അമ്മാവൻ വലിയ വിശേഷമൊന്നും പറയണ്ട. ഞാൻ തറ മാറി കളിക്കണേല് മുമ്പ് ആ കളി തുടങ്ങിയത് അമ്മാവനാ, അത് മറക്കണ്ട. അതെനിക്ക് അസുഖം ഉണ്ടായിരുന്നപ്പോഴല്ലേ? എന്താ സുഖം? പ്രാന്ത്, നട്ടപ്രാന്ത്.
പ്രാന്ത് മൂത്ത് എത്ര എത്ര ഉത്സവ കളികളാ അമ്മാവൻ തൊലച്ച് കൊളാക്കിയത്. ചോദിക്കാൻ വന്ന മുത്തച്ഛന്റെ കാല് തല്ലി ഒടിച്ചു. അമ്മായി മക്കളും അവരുടെ വീട്ടിൽ പോയത് കൊണ്ട് ഭക്ഷണമില്ലാതെ കഴിയണു. എന്നിട്ടിപ്പൊ എന്നെ ഉപദേശിക്കുക. ഞാനെല്ലാം നിർത്തിയല്ലോ ശങ്കര. കള്ളുകൂടി നിർത്തിയിട്ട് ഇപ്പം 10 വർഷമായി. അതെ, ഇക്കഴിഞ്ഞ മേടപ്പത്തിന് 10 വർഷമായി. മേടപ്പത്തിനന്നായിരുന്നല്ലോ ഞാൻ. വേണ്ട, മേടപ്പത്തിന്റെ വിശേഷം എന്നോട് പറയണ്ട. അമ്മാവൻ ചത്തു തൊലഞ്ഞ് അമ്പലക്കുളത്തി കിടന്നപ്പോ ഞാനും കൂടിയ ശവം വലിച്ചു കരയെ കയറ്റിയത്. ചത്തിട്ട് 3 ദിവസം കഴിഞ്ഞു. എന്നിട്ടും അമ്മാവന്റെ വായേന്ന് ഗുമ ഗുമാന്ന് അടിക്കുകയായിരുന്നു വാറ്റുചാരായത്തിന്റെ മണം. ആ ആളാ ഇപ്പൊ എന്നെ 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 ആരാണോ ചോദിച്ചത്? എന്താടോ, ഇന്നും തീവണ്ടി തന്നെ ആണോ? ഇന്നെങ്ങനെയാ? വണ്ടി തലയ്ക്ക് മേലെ കൂടെ കയറിയോ അതോ തലയ്ക്കകത്തേക്ക് കയറിയോ? ഒച്ചയും ബഹളമൊന്നും പുറത്തേക്ക് കേൾക്കണില്ലെന്നേ ഉള്ളൂ. തലയ്ക്കകത്ത് എപ്പോഴും തീവണ്ടികൾ ഓടുക, തല പൊളിഞ്ഞു പോണ വേദന, ശ്വാസം കിട്ടാനും പ്രയാസം. ആ, കിടന്നുറങ്ങാൻ നോക്ക്. അല്ലെങ്കിൽ വേണ്ട, ഉറക്കത്തിലാണല്ലോ തീവണ്ടിയുടെ വരവ്. ബാക്കിയുള്ളവരെ മെനക്കെടുത്താതെ ഇരുന്ന് നേരം വെളുത്തിര്. ആ, നാളെ പുതിയൊരു ജൂനിയർ ഡോക്ടർ വരും. അങ്ങേരോടൊന്നേ നീ വിവരമൊക്കെ പറയേ. സാറേ സാറേ, ആ, ഒരു ഇൻലൻഡും പെൻസിലും തരാന്ന് പറഞ്ഞിട്ട് തന്നില്ലല്ലോ. എടോ, തനിക്ക് പകലുള്ള സമയത്ത് ആയിക്കൂടെ ഇതൊക്കെ? പകലീവന്മാര് കണ്ട ഇൻലൻഡ് കീറിക്കളയും. ഭാഗ്യം ചെയ്തവര്. ഗുളിക കഴിച്ചാലെങ്കിലും കിടന്നുറങ്ങിക്കോളൂല്ലോ. 10 മണി കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്യണമെന്നാ ചട്ടം. വെളിച്ചം കണ്ട ഡ്യൂട്ടി ഡോക്ടർ അന്വേഷിച്ചു വരും. ആ, കത്തയച്ചാ വായിക്കാൻ ബന്ധുക്കളൊക്കെ ഉണ്ടോടോ തനിക്ക്? എനിക്ക് ആൾക്കാരൊക്കെ ഉണ്ട് സാറേ. ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. മൂത്ത മകൻ രാമു കോളേജിൽ പഠിക്കുക. അവന് ആ, മതി മതി. ആ റാന്തൽ വിളക്കിൽ മണ്ണെണ്ണ ഉണ്ടോന്ന് ആർക്കറിയാം. ഗുഡ് ഈവനിങ് സാർ. ഓ, നിനക്കൊന്നും ഉറക്കവുമില്ലടാ. ഒരു സിഗരറ്റ് തരുമോ? പോടാ. നീ പോടാ. നല്ല ബീക്കോച്ചാണ് ഞാൻ. ആ, സാറേ, അപ്പുറത്തെ ഭ്രാന്തനോട് അങ്കമാലിക്ക് ഒരു ട്രെയിൻ ടിക്കറ്റ് തരാൻ പറയുമോ? അടി മേടിക്കും നീ. ഒക്ടോബർ 1995 തിരുവനന്തപുരം. പ്രിയ രാമുവിന്. രാമു, രാമു, നീ എവിടെയാണ്? അച്ഛനെന്താ താമസിച്ചത്? നിന്റെ പരീക്ഷാ ഫീസ് നാളെ കൊടുത്താ പോരെ? മതി. അച്ഛന്റെ കയ്യിൽ പൈസ ഇല്ല അല്ലേ? ജോലി കളഞ്ഞത് ഒരബദ്ധമായി എന്ന് തോന്നുന്നു.
കച്ചവടം എനിക്കങ്ങോട്ട് പറ്റുന്നില്ല. കടം വന്ന് മൂടുക. ഇങ്ങോട്ട് തരാനുള്ളവന് എന്നോട് കടം, അങ്ങോട്ട് കൊടുക്കാനുള്ളവന് ഞാൻ കടം. ആലോചിച്ച ഒരുപാട് ആലോചിച്ചിട്ടാ അച്ഛൻ ഈ ഉറക്കമില്ലാത്തത്. വെളുപ്പിന് പഠിക്കാൻ എണീക്കുമ്പോൾ ഞാൻ കേൾക്കാറുണ്ട് മുറിയിൽ നിന്ന് തീപ്പെട്ടി ഉരയ്ക്കുന്ന ശബ്ദം. ഇങ്ങനെ വലിച്ചിട്ട് ഉറക്കമില്ലാത്തത്. കുടി ഇത്തിരി കൂടുന്നുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. ആര് പറഞ്ഞു? ഗേറ്റ്മാൻ അയ്യപ്പൻ ചേട്ടൻ. എവിടെ? ഒക്കെ പഴയ അളവ് തന്നെയാ. 2 എണ്ണം. അതീ കൂടിയാൽ മനം അറിയും. മുന്നോട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോ ഒരെത്തും പിടിയും ഇല്ലാണ്ടാവണു രാമു. ഇരുട്ട് കാണുമ്പോ പേടിയാ. ഭാവി അങ്ങനെ കറുത്തിരുണ്ട് മുന്നീ വന്ന് നിൽക്കണ പോലെ. അപ്പൊ തുടങ്ങും ഒരു തലവേദന. ഇത്തിരി കഴിക്കുമ്പോ ഒരാശ്വാസം, ഒരു മറവി കിട്ടും. ഓർമ്മ തെളിഞ്ഞു കിട്ടാൻ ഓരോരുത്തർ എന്തൊക്കെ മരുന്നുകളാ ശീലിക്കണേ. ബ്രഹ്മി, സ്വാരസകൃതം. ഇത് അമ്മേ, അച്ഛന്റെ വെള്ളം ചൂടായോ? നിനക്ക് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടിയ ഇത്തവണ എന്തായാലും അത് കിട്ടും. 5 കൊല്ലം. അതിനുള്ളില് മിനിക്കുട്ടിക്ക് കല്യാണപ്രായാവും. വീട്ടു ചെലവ്, നിന്റെ പഠനത്തിന്റെ ചെലവ്, അതിന്റെ ഇടയില് മിനി. പേടിക്കാനൊന്നുമില്ലാന്ന് എനിക്കറിയാം. നിന്റെ പഠിപ്പ് കഴിഞ്ഞു കിട്ടിയ ഒക്കെ ശരിയാവും. സമയങ്ങൾ അങ്ങനെ പറക്കാന്ന് എല്ലാവരും പറയും. നമ്മുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോ സമയഴയ. എന്താ അത്? ഈ കൊല്ലം കൂടി കഴിഞ്ഞാ എന്റെ ഡിഗ്രി കഴിയില്ലേ? മാത്തമാറ്റിക്സുകാരൻ ഒരു ജോലി അത്ര പ്രയാസമൊന്നുമല്ല. ട്യൂഷൻ എടുത്താലും കഴിഞ്ഞുകൂടാ. തെണ്ടിയിട്ടാണെങ്കിലും നിന്നെ ഞാൻ പഠിപ്പിക്കും. ജോലിക്കിടയിലും പഠിക്കാലോ അച്ഛാ. നമുക്ക് ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ വിദേശത്ത്. അവിടെയൊക്കെ ഒരു പണി കിട്ടാച്ചാ ഒരുപാട് യൂണിവേഴ്സിറ്റികളുടെ കറസ്പോണ്ടൻസ് കോഴ്സ് ഉണ്ട് എഞ്ചിനീയറിങ്ങിനെ. ആർക്ക് വേണടാ കറസ്പോണ്ടൻസ് എഞ്ചിനീയർ? പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോ 7 മാർക്കിന്റെ കുറവ് കൊണ്ടാണല്ലോ നിനക്ക് എഞ്ചിനീയറിംഗ് കിട്ടാതെ പോയത്. അതെന്റെ കുഴപ്പമല്ലേ? നിന്റെ ക്ലാസ്സിൽ പഠിച്ച ഒരു 3-ാം ക്ലാസ്സുകാരൻ എഞ്ചിനീയറിംഗിന് ചേർന്നത് മറന്നോ? ബാംഗ്ലൂരില് ജെറി ജോൺ. അവന്റെ അപ്പം വലിയ മുതലാളിയാ. നിന്റെ അച്ഛന് മുതലില്ലാതെ പോയി. ഉണ്ടായിരുന്നെങ്കിൽ അടുത്ത കൊല്ലം നീ എഞ്ചിനീയർ. വെറുതെ ഓരോ സിറ്റുവേഷൻസ് സങ്കല്പിച്ചുണ്ടാക്കുക, പിന്നെ അതേക്കുറിച്ച് ഓർത്ത് വിഷമിക്കുക. വെറുതെ അല്ല അച്ഛന് തലവേദന വിട്ടു മാറാത്തത്. ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നാലേ തലയ്ക്കകത്തൊരു തീവണ്ടിയല്ല, അതിലും വലുതൊക്കെ ഓടും. രണ്ടാളോടും കഞ്ഞി കുടിക്കാൻ വരാൻ പറഞ്ഞു അമ്മ. അച്ഛൻ ചെന്ന് കഴിക്കും, ഞാൻ കുളിച്ചിട്ട് വരാം. പ്രിയ മകൻ രാമുവിന് അച്ഛൻ ആദ്യമായാണ് നിനക്കൊരു കത്തെഴുതുന്നത്. കടലാസും പേനയും കയ്യിലെടുത്തപ്പോഴേ ശ്വാസം മുട്ടുന്നു. നല്ല തലവേദനയും. എങ്ങനെ എഴുതി തീർക്കുമെന്ന് ഒരു രൂപവും കിട്ടുന്നില്ല. വീട്ടിലേക്ക് കത്തയച്ച അമ്മയുടെ കയ്യിലല്ലേ കിട്ടൂ. അവൾ നിനക്ക് തന്നില്ലെങ്കിലോ? അത് പേടിച്ചാണ് കോളേജിലേക്ക് അയക്കുന്നത്. ഇതൊരു ആശുപത്രിയല്ല മോനെ, ശരിക്കും ജയിലാണ്. ഭ്രാന്തൻ ജയിൽ. അങ്ങനെയാണ് ഈ ആശുപത്രിയെ കുറിച്ച് എല്ലാവരും പറയുന്നത്. വേണ്ട, എനിക്ക് കുളിക്കണ്ട. ഞാൻ കുളിക്കത്തില്ല.
ഇവിടെ എത്തുന്ന രോഗികളിൽ ഏറെ പേരും കുറ്റവാളികളാണ്. ബാക്കിയുള്ളവർ ആരോരുമില്ലാത്ത പാവങ്ങളും. ഇവിടെ പുതിയൊരു ജൂനിയർ ഡോക്ടർ വന്ന് ചാർജ് എടുത്തു. കണ്ടിട്ട് നല്ല ആളാണ്. രോഗികളെ വളരെ വിശദമായി പരിശോധിക്കുന്നുണ്ട്. PhDക്ക് പഠിക്കുന്ന ആളാണ്. ഇരിക്കൂ. പേഷ്യന്റ് ഇരിക്കാൻ കസേരയില്ലേ ഇവിടെ? ഇല്ല. എന്താ? ഇതൊക്കെ എന്നോട് ചോദിച്ചാൽ എന്താ പറയാ? സാറിനെ പോലെ തന്നെ ഞാനും സർക്കാരിന്റെ ഒരു മെഡിക്കൽ സ്റ്റാഫ് തന്നെ. നേഴ്സിംഗ് അസിസ്റ്റന്റ്. കസേരയും സ്റ്റൂളും നന്നാക്കുന്ന പണി എന്റെ അല്ല, അതിനൊരു കാർപ്പന്റർ ഉണ്ട്. എന്നിട്ട് അയാൾ എവിടെ? യൂണിയൻകാരനാ, ജോലിക്ക് വരാറില്ല. സൂപ്രണ്ടിന്റെ വരെ ട്രാൻസ്ഫർ അയാളുടെ കയ്യിലാ. അയാൾ ചിന്തേര് തള്ളണമെന്ന് പറഞ്ഞാൽ നടക്കുവോ? ആ, ചായക്ക് നേരമായി, ഞാനിപ്പോ വരാം. മുഖലക്ഷണം കണ്ടിട്ട് ഈ ധർമാശുപത്രിയിൽ വന്ന് പെടേണ്ട ആളല്ല. എന്തു പറ്റി? വീട്ടുകാർ ഉപേക്ഷിച്ചോ? അയ്യോ ഇല്ല, എനിക്ക് ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. മൂത്തത് മോനാ, രാമു. BSc ഫൈനലിന് പഠിക്കുക, മാത്തമാറ്റിക്സ്. ദൈവം അനുഗ്രഹിച്ച അടുത്ത വർഷം അവൻ എഞ്ചിനീയറിംഗിന് ചേരും. ശങ്കരനെ ആദ്യം എവിടെ ചികിത്സിച്ചത്? പ്രൈവറ്റ് ആശുപത്രികളിലാ. ആശുപത്രികളിലോ? 3-4 ഇടത്ത് ചികിത്സിപ്പിച്ചു. ചികിത്സയ്ക്കൊന്നും മോശം ഉണ്ടായിരുന്നില്ല. അസുഖം ഭേദാവും. വീട്ടിലെത്തിയ പ്രശ്നങ്ങളാ. റെയിൽവേ സർവീസിലായിരുന്നു, ഗാങ്മാൻ. അസുഖം വന്നപ്പോ ജോലി പോയി. പിന്നെയാ കച്ചവടം തുടങ്ങിയത്. എന്തു കച്ചവടം? പലചരക്ക്. ഈ മദ്യപാനം തുടങ്ങിയത് ഏത് കാലത്താ? സർവീസിലുള്ള കാലത്തെ കുറേശ്ശെ കഴിക്കും. കച്ചവടം മോശമായ പിന്നെ അതൊരു പതിവായത്. കുടിച്ചു കുടിച്ച് ഭ്രാന്തായി. എന്നാര് പറഞ്ഞു? കുടിച്ചിട്ടാണ് ശങ്കരന് അസുഖം വന്നതെന്ന് ആര് പറഞ്ഞു? എല്ലാവരും പറഞ്ഞു. ഡോക്ടർമാരും അത് തന്നെയാ പറഞ്ഞത്. കുടി ഇത്തിരി കൂടുതലായിരുന്നു. കുടി മാത്രല്ല, വലി, മയക്കുമരുന്ന്, കഞ്ചാവ് ഒക്കെ കൂടുതലായിരിക്കും. അതാണ് ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണം. സ്കിസോഫ്രീനിയ, ചിത്തഭ്രമം. അതാണ് നിങ്ങളുടെ രോഗം. അപ്പോ കുടിച്ചത് കൊണ്ടല്ലേ ഈ അസുഖം വന്നത്? അല്ലല്ല, ചിത്തഭ്രമം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ നിലവിട്ട് കുടിച്ചത്. മദ്യപിച്ചതുകൊണ്ട് ആർക്കും ഈ അസുഖം വരില്ല. അതൊരു പഴയ തിയറിയാണ്. മോഡേൺ സൈക്യാട്രി അത് വിശ്വസിക്കുന്നില്ല. നമ്മളൊക്കെ കരുതിയതുപോലെ എനിക്ക് ഭ്രാന്ത് വന്നത് മദ്യപാനം കൊണ്ടല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അച്ഛൻ നല്ല പിള്ള ചമയുകയാണെന്ന് കരുതല്ലേ രാമു? ഈ രോഗത്തെക്കുറിച്ചും ഇതിന്റെ ചികിത്സയെക്കുറിച്ചുമെല്ലാം ഡോക്ടർ വിശദമായി പറഞ്ഞു തന്നു. നാട്ടുചികിത്സയും മന്ത്രവാദവും ഭ്രാന്തിന് ഫലിക്കുമെന്ന് പറയുന്നത് അന്ധവിശ്വാസമാണെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ആലോചിക്കുമ്പോ ശരിയല്ലേ? നമ്മുടെ വല്യമ്മാവന് വേണ്ടി എന്തെല്ലാം പൂജാകർമ്മങ്ങളും നടത്തി. എന്നിട്ടും 14 കൊല്ലാണ് ചങ്ങലക്കിട്ടത്. അവസാനം കഴിഞ്ഞ തലമുറയിലെ ഈ രോഗമുണ്ടായിരുന്നു എന്ന് പറയുന്നത് അത്ര നല്ല ലക്ഷണമല്ല. തലമുറ എന്ന് പറയുമ്പോ
അമ്മാവനായിരുന്നു അസുഖം. അമ്മയുടെ ഏട്ടൻ. നിങ്ങളുടെ അമ്മ തന്നെയാണല്ലോ അമ്മാവൻ. ഒരേ രക്തം, ഒരേ ജീൻ ഫോർമേഷൻ. അമ്മ എങ്ങനായിരുന്നു? മഹാസാധുവായിരുന്നു. എന്റെ കല്യാണത്തിന് മുമ്പേ മരിച്ചു. എങ്ങനാ അമ്മ മരിച്ചത്? അമ്മാവനെ പോലെ തന്നെ ആത്മഹത്യയായിരുന്നു. അമ്പലക്കുളത്തി ചാടിയിട്ട്. മരിക്കാൻ മാത്രമുള്ളൊരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അമ്മയ്ക്ക്. അവസാന കാലത്ത് വലിയ മൗനായിരുന്നു. ചുമ്മാ ഇരുന്ന് കരയും. ചുമ്മാതാരും കരയില്ല ശങ്കര. അമ്മയും ഒരു പക്ഷേ ഡിപ്രഷൻ പേഷ്യന്റ് ആയിരുന്നിരിക്കാം, അമ്മാവനെ പോലെ. മാനസിക രോഗങ്ങൾക്ക് നിലവിലുള്ള ഇംഗ്ലീഷ് ചികിത്സയും അത്ര ഭേദമല്ലെന്നാണ് അദ്ദേഹത്തിന്റെ അനുഭവം. ആന്റി ഡിപ്രസന്റ്, ട്രാൻക്യുലൈസർ, ലെത്തിയം മരുന്ന് തീർന്നു. അത് കഴിക്കുമ്പോൾ രോഗിയും രോഗവും കുറെ കാലം മയങ്ങിക്കിടക്കും. പൂർണ്ണ രോഗശാന്തി അങ്ങനെ ഒന്നില്ല. കരണ്ടടിപ്പിക്കലൊക്കെ സത്യം പറഞ്ഞ നിരോധിക്കേണ്ട കാലം കഴിഞ്ഞു എന്നാ അദ്ദേഹം പറയുന്നത്. രോഗത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ കേട്ടപ്പോൾ ആദ്യം ഞാൻ വല്ലാതെ പേടിച്ചു. പക്ഷേ ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറയുക ഞാൻ ഭാഗ്യമുള്ളവനാണെന്ന്. എൻ്റെ രോഗത്തിന് പൂർണ്ണ ഭേദം വരുന്ന ഒരു പുതിയ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അത്രേ. അങ്ങനെ ഒരു മരുന്ന് ഉണ്ടാവും രാമു? അമ്മാവൻ കള്ളം പറയോ? പുതിയ മരുന്നാണ്, ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ആയി വരുന്നേ ഉള്ളൂ, അങ്ങനെയൊക്കെയല്ലേ ഡോക്ടർ പറഞ്ഞത്? അദ്ദേഹം ഒരു റിസർച്ച് സ്റ്റുഡന്റ് ആയതുകൊണ്ടായിരിക്കും പുതിയ മരുന്നുകളെ കുറിച്ചൊക്കെ പറയുന്നത്. മാസത്തിൽ 1 വെച്ച് തുടർച്ചയായി 6 ഇഞ്ചക്ഷൻ എടുത്താൽ രോഗം പൂർണ്ണമായും ഭേദപ്പെടുമെന്ന് അദ്ദേഹം ഉറച്ചു പറഞ്ഞു. വെറും 6 മാസം. നമുക്കൊന്ന് ട്രൈ ചെയ്താലോ രാമു? പാവം അമ്മാവൻ, രോഗം മാറണമെന്ന് ആരാഗ്രഹിക്കാത്ത? എന്തോ ഇല്ലായ്മ, ദാരിദ്ര്യം, നിസ്സഹായത, അങ്ങനെയൊക്കെയുള്ള റിയാലിറ്റിയിൽ ജീവിക്കുകയാണ് ഞാൻ. ഒരു കത്തിന്റെ അവിടെ ഇവിടെ വായിച്ച് സെന്റിമെന്റൽ ആവല്ലേ? വേറൊരു കത്തല്ലല്ലോ ഇത്, ഒരു മാനസിക രോഗിയുടെ കത്ത്. സ്വന്തം അച്ഛനെ കുറിച്ചാണോ രാമു ഈ പറയുന്നത്? കത്ത് മുഴുവൻ വായിച്ചു നോക്കടി. പണം വേണം, അത് നിന്റെ അച്ഛൻ തരൂ. അച്ഛനെ ആശുപത്രി കൊണ്ടുപോകാനുള്ള ടാക്സി കൂലി കടം മേടിക്കാൻ വന്നപ്പോ നിന്റെ അച്ഛൻ എന്താ പറഞ്ഞത്? നീ കേട്ടതാണല്ലോ. സാറേ, എത്രയാവും ഒരു ഇഞ്ചക്ഷന്? അത് ഇത്തിരി കൂടുതലാണ്. ഒരു ഡോസിന് 5000-ഓളം രൂപ വരും. മൊത്തം 6 ഇഞ്ചക്ഷൻ. അപ്പോ 6×5 30,000 രൂപ. 30,000 രൂപയോ? ക്യാൻസറിന്റെ കീമോതെറാപ്പി ഒക്കെ വെച്ച് നോക്കിയാൽ ഇത് അത്ര കൂടുതലാണെന്നും പറയാൻ കഴിയില്ല. തിരക്കില്ല, വീട്ടുകാരോടൊക്കെ ആലോചിച്ചിട്ട് മതി. മോനെ രാമു, ഫീസ് കൊടുക്കാനും ഉച്ചയൂണിനും നീ ബുദ്ധിമുട്ടുന്നത് അച്ഛന് കാണാൻ കഴിയാഞ്ഞിട്ടല്ല. എന്നാലും
ഇത്രയും പണമുണ്ടാക്കാൻ നമുക്ക് കഴിയുമോ രാമു? സരോജിനി വിചാരിച്ചാൽ ഒരു പക്ഷെ ബന്ധുക്കളോട് ആരോടെങ്കിലും വാങ്ങാൻ കഴിഞ്ഞേക്കും. എനിക്കാണെന്ന് പറഞ്ഞാൽ ആരും തരില്ല. അതാണ് പ്രശ്നം. തരാമോ? എൻ്റെ കൂട്ടുകാരൻ്റെ. ഏത് കൂട്ടുകാരൻ്റെ? അത് അമ്മയ്ക്ക് അറിയില്ല. അത് എന്താ നിനക്കൊരു വല്ലായിക? സുഖമില്ലേ? ഒന്നുമില്ല. വലിയ കൂട്ടുകെട്ടൊന്നും വേണ്ട, പബ്ലിക് പരീക്ഷയാ വരുന്നത്. മരുന്ന് കിട്ടിയാൽ ഈ മാറാരോഗം സുഖപ്പെടുമല്ലോ എന്നോർക്കുമ്പോൾ മനസ്സ് സന്തോഷം കൊണ്ട് വിങ്ങിപ്പോകുന്നു. മോനെ, പണം ആരോടെങ്കിലും ചോദിച്ചു മേടിക്കാൻ നീ സരോജിനിയെ നിർബന്ധിക്കണം. ഈ കത്തിന് മോൻ മറുപടി അയക്കണ്ട. അടുത്ത ആഴ്ച ഇവിടം വരെ ഒന്ന് വരാമോ നിനക്ക്? കാര്യങ്ങൾ എനിക്ക് എഴുതി പിടിപ്പിക്കാൻ പറ്റിയോ എന്ന് സംശയമുണ്ട്. എല്ലാം നേരിൽ കാണുമ്പോൾ പറയാം. ഞാൻ കാത്തിരിക്കും. സ്നേഹപൂർവം, അച്ഛൻ. രാമായണം കഥ പാടും കിളി എന്റെ ആരണ്യകാണ്ഡത്തിനിളവില്ലയോ ജനിമോക്ഷമാകുവാനായി ജപതീർത്ഥമായി മാറാം. രാമ 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 രാമായണം കഥ പാടും കിളി എന്റെ ആരണ്യകാണ്ഡത്തിനിളവില്ലയോ പാടിത്തികയ്ക്കാതെ താഴത്തു വീണൊരു ഓടക്കുഴൽ തണ്ടുപോലെ മൂകമായി തീർന്നുവോ സാമഗാനശേഖരൻ? രാമ 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 രാമായണം കഥ പാടും കിളി എന്റെ ആരണ്യകാണ്ഡത്തിനിളവില്ലയോ ശാപാന്ധകാരത്തിനാഴത്തിലെങ്ങോ തേങ്ങുന്ന വേഴാമ്പൽ പോലെ കേണു കേണുറങ്ങിയോ താഴെ വീണ താരമേ. രാമ 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 രാമായണം കഥ പാടും കിളി എന്റെ ആരണ്യകാണ്ഡത്തിനിളവില്ലയോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ നിന്നെയൊക്കെ ആ ശങ്കര ദാ. ഹലോ പോസ്റ്റ്മാനെ, ഞാൻ ഇവിടെ ഉണ്ട്. എനിക്കുള്ള കത്ത് ഇങ്ങോട്ട് തന്നേക്ക്. അയാള് കേട്ടില്ല.
കത്ത് കൊണ്ടുപോയി നോട്ടീസ് ബോർഡിലൊക്കെ ഇട്ടാ എടുക്കാൻ പാടാ. ഞാനിപ്പോ വരാം. അതിന് തനിക്ക് കത്തുണ്ടെന്നാരാ പറഞ്ഞേ? ആ അതുണ്ടല്ലോ, അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കത്ത് വാങ്ങിച്ചിട്ട് വരാം. അവിടെ നിക്ക്, അവിടെ നിക്കാനാ പറഞ്ഞ. ഓടരുത്. ഇതോ തന്നോട് നിക്കാനാ പറഞ്ഞ. അങ്ങനെ ഓടരുത്. അവിടെ നിൽക്കാൻ. അത് താഴെ പോസ്റ്റ്മാനെ, പോസ്റ്റ്മാനെ, വരുന്നുണ്ടല്ലോ, അങ്ങോട്ട് മാറ്റി കിടത്താൻ. പിടിക്ക്. നന്നായി മുറിഞ്ഞിട്ടുണ്ട്. സാറേ, സാറേ, ഗേറ്റ് കടന്നപ്പോഴേ ഞാൻ വിളിച്ചിരുന്നു, സാറ് കേട്ടില്ല. എനിക്കൊരു കത്തുണ്ട്. ഫ്രം രാമു, മഞ്ചാടി കുന്നേല് ഹൗസ്. അങ്ങനെ ഒരു കത്തില്ലല്ലോ. അതാ ഇപ്പൊ കളിയായത്. മര്യാദക്ക് എന്റെ കത്ത് താടോ. എന്റെ കയ്യിൽ ആകെ ഇവിടത്തേക്ക് ഒരു കത്തേ ഉണ്ടായിരുന്നുള്ളൂ. അത് സൂപ്രണ്ട് സാറിനുള്ളതായിരുന്നു. താനാണോ ഇവിടുത്തെ ആശുപത്രി സൂപ്രണ്ട്? ഞാൻ ആളെ കളിയാക്ക. താടോ എന്റെ കത്ത്. അയ്യോ, ആരും ഇല്ലേ ഇവിടെ? ഓടി വരണേ. എന്താ എന്താ ഇത്? ഇത് കണ്ടോ സാറേ, സാറിനുള്ള കത്ത് തരാനാ ഞാൻ അകത്തോട്ട് വന്നേ. ഭ്രാന്തന്മാരെ അഴിച്ചു വിട്ടേച്ച് സാറൊക്കെ അകത്തിരുന്ന് സൂഹിക്കല്ലേ. ഞാനിത് കംപ്ലൈന്റ്. എനിക്ക് ഭ്രാന്തില്ല. സൂപ്രണ്ട് ഡോക്ടറാണെന്ന് പറഞ്ഞ് നടക്കണു. മാസം 7 ഞാൻ ഇവിടെ വന്നിട്ട്. വരുമ്പോ ചെറിയൊരു അസുഖം ഉണ്ടായിരുന്നുള്ളൂ, ഒരു ഓർമ്മക്കുറവ്. എന്താ അത് മാറാത്തെ? ഇയൊക്കെ പണി അറിയില്ല. പേടിപ്പിക്കരുത്. എന്റെ മോന്റെ കത്ത് എല്ലാവരും കൂടി പിടിച്ചു വെച്ചത്. എന്റെ ശബ്ദം പുറത്തു വന്ന വിഷം കുത്തിവെച്ച് കൊന്നുകളയും ഞാൻ. അതിങ്ങെടുക്കടോ. ഇതാ സർ. കൊണ്ടുപോടോ ഇയാളെ. നടക്ക്. എന്ത് തെമ്മാടിത്തരമാണ് സാർ ഇത്? ഒരു മാനസിക രോഗിയെ തല്ലിയാണോ സുഖപ്പെടുത്തേണ്ടത്? ഈ സെഡറ്റീവ് ഇഞ്ചക്ഷൻ എന്താ ശിക്ഷണ നടപടിയാണോ? എന്തിനാ അയാൾക്ക് ഇഞ്ചക്ഷൻ കൊടുത്തത്? He was under control. This is too primitive. വെറും പഴഞ്ചനാണ് നിങ്ങൾ. ഞാൻ പഴഞ്ചനാടോ? തന്റെ മോഡേൺ മെത്തേഡ്സ് ഒക്കെ അയാളിലൊന്ന് പരീക്ഷിക്കാതിരുന്നത് എന്ത്? താൻ ഇവിടെ ക്ഷവരം തുടങ്ങിയിട്ട് മാസം 3 ആയല്ലോ. എന്താ താമസം? സുഖപ്പെടുത്തണോ അയാളെ? റിസർച്ചിന് പറ്റിയൊരു ഗിനിപ്പിക്ക് അത്രേ ഉള്ളത് എനിക്ക് ആ പേഷ്യന്റ്. പോടോ. കാലണയ്ക്ക് ഗതിയില്ലാതെ ചോദിക്കാനും പറയാനും ആളില്ലാതെ നടതള്ളിയ കേസുകളായി കാണുന്നതൊക്കെ. കാലാകാലങ്ങളിൽ ഓരോ കമ്പനികൾ പുതിയ പുതിയ മരുന്നുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ചുമ്മാ അങ്ങ് പറയും 5 ഇഞ്ചക്ഷൻ മതി, 14 ഗുളിക മതി. ചിത്തഭ്രമക്കാരൊക്കെ ഇപ്പൊ അങ്ങ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആകുമെന്ന്. ചുമ്മാതെ. തനിക്ക് എക്സ്പീരിയൻസിന്റെ കുറവ് കൊണ്ടാ താൻ ഈ മരുന്ന് കമ്പനികളെ വിശ്വസിക്കുന്നത്. തനിക്ക് മെന്റൽ ഡിസീസിനെ കുറിച്ച് എന്തറിയാം? മനുഷ്യാവസ്ഥയെ കുറിച്ച് എന്താ തന്റെ ധാരണ? എടോ, 5000 രൂപ ഒരു ഇഞ്ചക്ഷന്. 6 ഇഞ്ചക്ഷന് 30,000 രൂപ. 50 രൂപ തികച്ചെടുക്കാൻ കാണില്ല ഇവിടെ ഒരു പേഷ്യന്റിന്റെ വീട്ടിൽ. അഥവാ ഉണ്ടെങ്കിൽ തന്നെ എവർക്ക് വേണ്ടി അത് ചെലവഴിക്കാൻ വീട്ടുകാർ തയ്യാറല്ല. അവരൊക്കെ മടുത്തുപേക്ഷിച്ചു അവരെയൊക്കെ. ആ പാവ മനുഷ്യൻ ആശ കൊടുത്ത് നിരാശപ്പെടുത്തി അയാളെ തല്ലുകൊളിച്ചത് താനാ. അല്ല, കഴിഞ്ഞ മാസത്തെ ശമ്പളം കിട്ടിയപ്പോ തന്റെ ഫേവറേറ്റ് പേഷ്യന്റിന് ഒരു 5000 രൂപ കൊടുക്കാത്തതെന്ത്? ഒരു ഇഞ്ചക്ഷൻ. ആരാന്റെ പന്തലിൽ വിളമ്പ് കാണാനിട്ട് ഇയാൾക്ക് ധർമ്മരോഷം. എടോ, ഞാൻ സൈക്യാട്രി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത് 25ാമത്തെ വർഷമാ. ചിത്തഭ്രമത്തിന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പൂർണ്ണ രോഗശാന്തി. ഈ ആയുസിൽ അത് കാണാൻ കഴിയുമെന്നും വിശ്വാസമില്ല.
താൻ ബെറ്റ് വെച്ചോ, തന്റെ ആ പേഷ്യന്റിനെ കാണാൻ ഒരാളും വരില്ല. ഇപ്പോഴെന്നല്ല, ഒരിക്കലും ഈ ജന്മം വരില്ലടോ. 25 വർഷത്തെ എക്സ്പീരിയൻസ് ഇന്നാ. വരില്ലടോ, ആരും വരില്ല, ആരും. ഡിസംബർ 1995. സ്നേഹം നിറഞ്ഞ രാമുവിന് കാത്തിരുന്ന് കണ്ണ് കടച്ചിട്ടും നിന്നെയും കാണുന്നില്ല, മറുപടിയും കാണുന്നില്ല എന്ന് വന്നപ്പോ അച്ഛൻ വല്ലാതെ ഭയപ്പെട്ടു. ഇത്ര പെട്ടെന്ന് എന്നെ എല്ലാവർക്കും വേണ്ടാതായോ? പ്രത്യേകിച്ച് നിനക്ക്. സരോജിനി അടക്കം ആര് തള്ളിപ്പറഞ്ഞാലും അച്ഛനൊരു പക്ഷേ പിടിച്ചു നിൽക്കാൻ കഴിയും. പക്ഷേ നീ തള്ളിയാൽ അച്ഛന് ജീവിച്ചിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മോനെ. തനിക്കൊരു വിസിറ്റർ ഉണ്ട്. രാമു ആണോ സാറേ? എന്റെ മോൻ. ആ ഈശ്വര, അയ്യപ്പ. എന്നാലും എന്റെ ശങ്കര, എനിക്കൊന്നുമില്ലടാ, എല്ലാം ഭേദായി. രാമു ഇവിടെ ആഫീസിലേക്ക് പോയായിരിക്കുമല്ലേ? സൂപ്രണ്ട് ഡോക്ടറെ കാണണമെങ്കിൽ നേരത്തെ അപ്പോയിന്റ്മെന്റ് ഓർഡർ എടുക്കണം. എന്നാലും നിങ്ങൾ ദൂരേന്ന് വരുന്നവരായതുകൊണ്ട് സമ്മതിക്കായിരിക്കും. എന്നെ അത്ര പിടുത്തല്ല മൂപ്പർക്ക്. വല്ല നുണയൊക്കെ പറഞ്ഞു കൊടുക്കും രാമുവിനോട്. രാമു ഇല്ല, രാമു വന്നിട്ടില്ല. മനഃപൂർവ്വം വരാത്തതല്ല, പറ്റണുണ്ടാവില്ല. ആശുപത്രി കിടക്കുന്നത് താനാണെങ്കിലും രാമു സരോജിനിയൊക്കെ അതിന്റെ ഭാരം വഹിക്കല്ലേ മനസ്സുകൊണ്ട്. സാധാരണ മനുഷ്യരെ പോലെ അവർക്ക് പെരുമാറാൻ കഴിഞ്ഞെന്ന് വരില്ല. മോനെ രാമു, നീ വന്നില്ല എന്ന് അയ്യപ്പൻ പറഞ്ഞപ്പോ ആദ്യം ഞാൻ അങ്ങ് വല്ലാതായി. നീ പരീക്ഷയ്ക്ക് പഠിക്കാണെന്ന് പറഞ്ഞപ്പോഴാ മനസ്സിന്റെ വിങ്ങല് മാറിയത്. നിന്നോട് ഇങ്ങോട്ട് വരാൻ എഴുതിയത് വലിയ തെറ്റായിപ്പോയെന്ന് ഇന്നലെ അയ്യപ്പനെ കണ്ടപ്പോഴാണ് മനസ്സിലായത്. അഡ്മിറ്റ് ചെയ്യാൻ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന അന്ന് അച്ഛൻ കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങളൊക്കെ അയ്യപ്പൻ എന്നോട് പറഞ്ഞു. കഷ്ടം, ഇതൊക്കെ ഞാൻ തന്നെയാണോ ചെയ്തത്? അന്ന് ഞാൻ ആരെയാണ് അടിച്ചത്? നിന്നെയാണോ? ഒരോർമ്മയും കിട്ടുന്നില്ല. ദൈവമേ, ഞാൻ ആരോടൊക്കെയാണ് മാപ്പ് ചോദിക്കേണ്ടത്? പോടാ, പോടാ. എന്തൊരു നാണക്കേടാ. എന്നെ വിട്, എന്നെ വിട്. ഓടി വരണേ, എന്നെ രക്ഷിക്കണേ, എന്നെ ദേ കൊല്ലണേ. വിസിറ്റ് റൂമിലേക്ക് കൊണ്ടുപോകും. എല്ലാത്തിനെയും ഞാൻ കൊല്ലും.
ദൈവമേ, ഞാൻ ആരോടൊക്കെയാണ് മാപ്പ് ചോദിക്കേണ്ടത്? ഒരു ഇഞ്ചക്ഷന് 5000 രൂപ വെച്ച് 30,000 രൂപ എന്നൊക്കെ പറയുമ്പോ ഒരു 5-6 മാസം കൂടെ ക്ഷമിക്കണമെന്നാ രാമു പറയുന്നത്. അവിടെ വീട്ടിലെങ്ങനെയാ അയ്യപ്പ കാര്യങ്ങളൊക്കെ നടന്നു പോണേ? പൈസ ശരിയായില്ലെന്ന് വെച്ച് വിഷമിക്കരുത്. ഇവിടുത്തെ മരുന്ന് മുടക്കുകയും ചെയ്യരുത്. രാമു എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവും. ദിവസത്തിൽ അധികം സമയവും എൻ്റെ മനസ്സ് ശൂന്യമാണ്. ഇടയ്ക്ക് ഭയങ്കര തലവേദനയും തലയിൽ മുഴക്കവും തോന്നും. ഒരുപാട് തീവണ്ടികളുടെ ഹോൺ ഒരുമിച്ച് കേൾക്കുന്നത് പോലെ. ശങ്കര, നാല് ഗുളികയുടെ മയക്കത്തിലിരുന്നാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. മരുന്നില്ലെങ്കിൽ നിന്റെ മേൽവിലാസം പോലും എനിക്ക് ഓർമ്മിക്കാൻ കഴിയില്ല രാമു. ഇഞ്ചക്ഷൻ എടുത്തു തുടങ്ങിയാൽ ഇതിനൊക്കെ വ്യത്യാസം വരുമെന്ന് ഡോക്ടർ ഇന്നലെയും എന്നോട് പറഞ്ഞു. കഴിക്കുന്ന മരുന്നിൻ്റെ റിയാക്ഷൻ കൊണ്ടാണെന്ന് തോന്നുന്നു പണ്ട് ഇഷ്ടമില്ലാതിരുന്ന പല പലഹാരങ്ങളോടും ഇപ്പോൾ ഭയങ്കര കൊതിയാണ്. പരിപ്പ് വട, പപ്പട ബോളി ഇതൊക്കെ കിട്ടിയാൽ തിന്നാമെന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ ക്യാൻറ്റീൻ ഉള്ളത് തരക്കേടില്ല. ഒരു പരിപ്പോട തരുമോ? കടത്തിന്റെ പരിപാടി ഇല്ലേ ചേട്ടാ? രൊക്കം കാശുണ്ടോ? ഒരെണ്ണം മതി പരിപ്പ് വട. ഇല്ലില്ല, മെനക്കെടുത്താന്ന് പൊയ്ക്കേ. അമ്മയോട് പറഞ്ഞ് എനിക്കൊരു 100 രൂപ അയച്ചു തരുമോ രാമു? അച്ഛനും മറുപടി എഴുതാൻ നീ സമയം കളയണ്ട. നന്നായി പഠിക്കുക. ഫൈനൽ ഇയർ ആണെന്ന് ഓർമ്മ വേണം. ഏപ്രിൽ അവസാനം പരീക്ഷയൊക്കെ കഴിഞ്ഞ് തമ്മിൽ കാണാം. പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു. സ്നേഹപൂർവം അച്ഛൻ. മോനെ രാമു, നീ പരീക്ഷയൊക്കെ നന്നായി എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തവണ നിനക്ക് എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടുമെന്ന് തന്നെയാണ് അച്ഛൻ്റെ മനസ്സ് ഉറപ്പിച്ചു പറയുന്നത്.
ഈ ദിവസങ്ങളിലെല്ലാം അച്ഛൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ദൈവം നമ്മെ കൈവിടില്ല. ഇവിടെ എൻ്റെ മുറിയിൽ എന്നെ കൂടാതെ 4 പേര് കൂടിയുണ്ട്. അതിൽ പുതിയതായി വന്ന ഒരുത്തൻ ഭയങ്കര ചട്ടമ്പിയാണ്. കഴിഞ്ഞ ആഴ്ച നിസ്സാര എന്തോ കാര്യം പറഞ്ഞ് അവൻ എന്നെ ഇടിച്ചു. പേന തരുമോ? പേന താടോ, പേന താടോ. പേന തരാനല്ലേ പറഞ്ഞ, ഇങ്ങോട്ട് താടോ. ഒരു പ്രത്യേക കാര്യം അത്യാവശ്യമായി അറിയിക്കാനാണ് അച്ഛൻ കണ്ണടയില്ലാഞ്ഞിട്ടും ബുദ്ധിമുട്ടിയിരുന്ന് കത്തെഴുതുന്നത്. എനിക്ക് ഇഞ്ചക്ഷൻ്റെ കാര്യം പറഞ്ഞു തന്ന ആ ജൂനിയർ ഡോക്ടറില്ലേ, അദ്ദേഹം സ്ഥലം മാറ്റം കിട്ടിപ്പോയി. അച്ഛന് വലിയ സങ്കടമായിപ്പോയി മോനെ. അത് ഇവിടെ ആകെ ഉണ്ടായിരുന്ന ഒരു പിടിവള്ളിയായിരുന്നു അദ്ദേഹം. ഓക്കേ, പോട്ടെ ശങ്കര. ഇടയ്ക്ക് വരാൻ നോക്കാം. മരുന്ന് മടക്കണ്ട. കല്യാണം കഴിഞ്ഞു. പകരം വന്ന ഡോക്ടർക്ക് എൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് കാശ് കിട്ടിയാലും നീ ഇഞ്ചക്ഷൻ്റെ മരുന്ന് വാങ്ങണ്ട. അസുഖത്തിൻ്റെ കാഠിന്യം ഒരുവിധം കുറഞ്ഞ സ്ഥിതിക്ക് ഇഞ്ചക്ഷൻ വീട്ടിൽ വെച്ച് നടത്തുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. കഴിയുന്നതും ഈ ആഴ്ച തന്നെ എന്നെ ഡിസ്ചാർജ് ചെയ്യണം. അതിന് നീ തന്നെ വന്നേ പറ്റൂ. അഡ്മിറ്റ് ചെയ്യുന്ന ആൾ വന്ന് ഒപ്പിട്ട് കൊടുത്താലേ ഇവിടെ നിന്ന് രോഗികളെ പുറത്തുവിടും. കമ്മിറ്റി കൂടി മോചിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അതൊക്കെ വർഷങ്ങൾ സമയമെടുക്കുന്ന പരിപാടിയാണ്.
സാറേ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ വന്നു കയറിയപ്പോ ഇത്തിരി കുഴപ്പമുണ്ടായിരുന്നു. അത് എനിക്കറിയാം. ഇപ്പൊ ഒരു പ്രശ്നം ബഹളം ഉണ്ടാക്കാൻ നിക്ക് സാറേ. തന്നോടും കൂടെ മാറി നിൽക്കണോ? എനിക്ക് ഒരു പ്രശ്നമില്ല സാറേ. ഈ എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. പിന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് അതുകൊണ്ടാണ് ഞാൻ പറയണേ. മാറി നിൽക്കാനല്ലേ പറഞ്ഞത്? ഇങ്ങോട്ട് മാറി നിൽക്ക്. കുഴപ്പമുണ്ടാവില്ല. ഇപ്പൊ തന്നെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ എനിക്ക് കുഴപ്പമില്ല എന്നുള്ളത്. പിന്നെ എന്തിനാ എന്നെ എന്താ ഇത്? സൈലൻസ്. കമ്മിറ്റിയുടെ മുമ്പാകെ ഹാജരാക്കപ്പെട്ട രോഗികളിൽ ആരും തന്നെ രോഗം ഭേദപ്പെട്ടവരല്ലെന്ന് ബോധ്യപ്പെട്ടതിനാൽ ചികിത്സയ്ക്കും പരിശോധനയ്ക്കുമായി ഈ ആശുപത്രിയിൽ തന്നെ തുടരാൻ ഈ കമ്മിറ്റി തീരുമാനിക്കുന്നു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി എനിക്ക് വല്ലാത്ത ഭീതി തോന്നുന്നു മോനെ. എനിക്കാരുമില്ല, എന്നെ ആർക്കും വേണ്ട. അങ്ങനെ ഒരു പേടി. രാത്രി ഉറങ്ങാനേ കഴിയുന്നില്ല. വല്ലാത്ത ദുസ്വപ്നങ്ങൾ, പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ, തലയ്ക്കകത്ത് തീവണ്ടി ഓടുന്ന പോലെയുള്ള മുഴക്കം. വിവരം ഡോക്ടർമാരോട് പറഞ്ഞാൽ അവരെന്നെ ഏകാന്ത മുറിയിൽ പൂട്ടിയിടും. എനിക്ക് പേടിയാ. കുറച്ച് ദിവസത്തിനകത്ത് കിടക്കുമ്പോ ഈ അലറിവിളിയൊക്കെ തന്നെ നിന്നോളൂ. മരുന്ന് ദയവ് ചെയ്ത് നീ വരുന്ന ദിവസം ഇനി ഒരു കാരണവശാലും മാറ്റിവെക്കല്ലേ രാമു. സരോജിനിയും നീയും കൂടി നിർബന്ധിച്ച് പറഞ്ഞ സൂപ്രണ്ട് തീർച്ചയായും എന്നെ ഡിസ്ചാർജ് ചെയ്യും. ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് കണ്ട അവരൊക്കെ ഒന്ന് ഒതുങ്ങും. ജീവിതത്തിൽ ഇനി ഒരിക്കലും മദ്യപിക്കില്ലെന്ന് ഞാൻ നിനക്ക് ഉറപ്പു തരുന്നു മോനെ. രാമു കേൾക്കുന്നുണ്ടല്ലോ. ജീവിതത്തിൽ ഇനി ഒരിക്കലും മദ്യപിക്കില്ലെന്ന് നിനക്ക് വാക്ക് തന്നിരിക്കുന്നു അച്ഛൻ. സരോജിനി അവിശ്വസിച്ചാലും നീ അവളെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. അപ്പോഴും സരോജിനിക്കാ കുറ്റം. സരോജിനി അത് ചെയ്തു, ഇത് ചെയ്തു. സരോജിനി അവിശ്വസിച്ചു. സരോജിനി അവിശ്വസിച്ചാലും നീ അവളെ പറഞ്ഞു ബോധ്യപ്പെടുത്തി എന്നെ ഈ ജയിലിൽ നിന്നും രക്ഷിക്കണം. അച്ഛനെ ഇവിടെ ഉപേക്ഷിക്കരുത് രാമു. പേടിച്ചിട്ട് ഓരോ ദിവസവും തള്ളി നീക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കും ദൈവത്തിനും മാത്രമേ അറിയൂ. ഞാൻ നിലവിട്ട് എന്തെങ്കിലും എഴുതിയോ മോനെ? രാമു, ഈ ആഴ്ച തന്നെ നീ അമ്മയും കൂട്ടി വരണേ. ഞാൻ കാത്തിരിക്കും. സ്നേഹപൂർവം അച്ഛൻ. പരമദ്രോഹി. അയാൾക്ക് ഇപ്പോഴും അയാളുടെ കാര്യം മാത്രമേ ഉള്ളൂ. അയാളുടെ തീറ്റ, അയാളുടെ കുടി, അയാളുടെ മരുന്ന്. വീട്ടിൽ വന്ന് കിടന്ന് കുത്തിവെച്ചോളാന്ന്. 30,000 രൂപയുടെ മരുന്നേ എവിടുന്ന് എടുത്തിട്ട്? സ്വന്തം കുടുംബം എങ്ങനെയാ കഴിഞ്ഞു ഓടുന്നത്? അവരാഹാരം കഴിക്കുന്നുണ്ടോ? കുട്ടികൾ എങ്ങനെയാ പഠിക്കുന്നത്? അതിനെക്കുറിച്ചൊന്നും ഒരു വരിയില്ല. ഒരു വരി. ഉള്ളതെല്ലാം വിറ്റ് തോലച്ച് കുടിച്ചു മുടിച്ചിട്ട് ഇനി മദ്യപിക്കത്തില്ലെന്ന്. മക്കളെ പോറ്റാൻ തന്നെ ഞാൻ അയാളെ കൂടി തീറ്റി പോറ്റാൻ എനിക്ക് വയ്യ. വേണ്ടെന്ന് വെച്ചിട്ടല്ല.
എനിക്കതിനുള്ള ത്രാണിയില്ല. പിതൃശാപമൊന്നുണ്ട്, അത് നീ പിടിച്ചു പറ്റണ്ട. അയാളെ ഒന്ന് പോയി കണ്ടേക്ക്. കാണുക, മടങ്ങിപ്പോരുക, അത്ര തന്നെ. നമുക്ക് ഒരുമിച്ച് പോകാൻ തിരുവനന്തപുരത്തിന്. എനിക്കൊന്ന് കാണാലോ. രാമു, ഞാൻ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ സമ്മതിച്ചു. അന്നേക്കെന്നാ മടങ്ങണമെന്ന് പറഞ്ഞു. അച്ഛനും ഇതുവരെ അമ്മാവനെ കാണാൻ പോയില്ല. അതിന്റെ ഒരു ചെറിയ വിഷമം ഉണ്ട് അച്ഛന്. വെറുതെ ഇരുന്ന് വിഷമിക്കാതെ തിരുവനന്തപുരം വരെ പോവാൻ പറ നിന്റെ അച്ഛനോട്. വേറെ ആരും അല്ലല്ലോ, സ്വന്തം പെങ്ങളുടെ ഭർത്താവല്ലേ. മറ്റുള്ളവരുടെ കാര്യം രാമു നോക്കണ്ട. ഞാനും അത് നോക്കുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും പിതൃശാപം എന്നൊന്നും ഉണ്ടല്ലോ. ഇതുപോലൊരു പിതാവിന്റെ പുത്രനായി ജനിക്കുക, അത് തന്നെയാ പിതൃശാപം. അത് തിരുത്താൻ പറ്റുമോ? ഒക്ടോബർ 1998. പ്രിയ രാമുവിന്, കഴിഞ്ഞ 2 വർഷമായി ഞാൻ നിനക്ക് കത്തൊന്നും അയക്കാതിരുന്നത് സ്നേഹക്കുറവ് കൊണ്ടല്ല. പലപ്പോഴും എഴുതാൻ ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല. എന്നെ ഒറ്റപ്പെടുത്തി നിങ്ങളൊക്കെ അകന്നു പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ ആദ്യം കുറച്ചു നാളൊക്കെ വിഷമം തോന്നിയിരുന്നു. ഇന്ന് ആലോചിക്കുമ്പോൾ നിന്നെ കൊണ്ട് മറുപടി അയപ്പിക്കാതിരുന്നതും എന്നെ വന്ന് കാണണമെന്ന് നിന്നെ തോന്നിപ്പിക്കാതിരുന്നതും എല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലാവുന്നു. അച്ഛൻ എന്ന ഭാരത്തെ വഹിക്കാൻ നിനക്ക് കഴിവില്ലല്ലോ. വഹിക്കാൻ കഴിയാത്തതൊക്കെ നിർവഹിക്കണമെന്ന് തോന്നിയാൽ അതൊരു വല്ലാത്ത ഭാരമാണ് മോനെ. നിന്നെ അങ്ങനെ ഭാരപ്പെടുത്താത്ത ദൈവത്തോട് എന്നും നന്ദിയുള്ളവനായിരിക്കണം. കഴിഞ്ഞ ആഴ്ച അയ്യപ്പൻ എന്നെ കാണാൻ വന്നിരുന്നു. നിനക്ക് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്കോളർഷിപ്പ് കിട്ടിയതും മിനിയുടെ കല്യാണം നടന്നതുമൊക്കെ അവൻ എന്നോട് വിവരിച്ച് പറഞ്ഞു. പാവം മിനി, എൻ്റെ നെഞ്ചത്ത് കിടന്ന് വളർന്ന കുട്ടി.
അവള് ഇത്രയൊക്കെ വളർന്നോ? അങ്ങനെ സങ്കല്പിക്കാനേ കഴിയുന്നില്ല. ദൈവം അവളെ അനുഗ്രഹിക്കട്ടെ. അവളുടെ ഒരു കല്യാണ ഫോട്ടോ എനിക്ക് അയച്ചു തരണേ. മകൻ ഫോറിനിൽ പോയി നല്ല നിലയിലായതുകൊണ്ട് അയ്യപ്പനിപ്പോ വലിയ സന്തോഷത്തിലാണ്. വേണ്ടെന്ന് പറഞ്ഞിട്ടും പോകാൻ നേരം അവൻ എനിക്ക് 500 രൂപ തന്നു. എന്താ അയ്യപ്പ ഇത്? എൻ്റെ ഒരു സന്തോഷത്തിനാ. എന്തിനാ ഇത്? ഇവിടെ ചികിത്സയ്ക്ക് കാശൊന്നും വേണ്ട. എനിക്ക് എന്തിനാ അയ്യപ്പ കാശ്? ഒന്നിനുമല്ല, വെറുതെ അയ്യപ്പൻ്റെ ഒരു തൃപ്തി. എൻ്റെ കാര്യവും ഇങ്ങനെയൊക്കെ തന്നെയാ. മക്കൾ വളർന്ന് കാശ് സൗകര്യമൊക്കെ ആയപ്പോ ശരീരത്തിന് വയ്യ, പലതും കഴിച്ചുകൂടാ. ഞാനും ഷാപ്പിൽ പോക്കൊക്കെ നിർത്തി. കരട് തീർപ്പ്. ഇവിടെ ഒരു ക്യാൻറ്റീനൊക്കെ ഉണ്ടല്ലോ. നീ പറഞ്ഞതുപോലെ തന്നെ ഒന്നിനോടും ഒരു മോഹമില്ലാണ്ടായി. ഒന്നിനോടും. പണം അതൊരു പ്രയോജനമില്ലാത്ത വസ്തുവാണെന്ന് എനിക്കിപ്പം അങ്ങ് തോന്നുക. എന്നാ ഞാനങ്ങോട്ട്. ഈ പണം ഞാൻ നിനക്ക് അയച്ചു തരട്ടെ രാമു. ദൈവം സഹായിച്ച് കാശിന് നിനക്ക് ബുദ്ധിമുട്ടില്ലെന്നറിയാം. സ്കോളർഷിപ്പൊക്കെ ഉണ്ടല്ലോ. എന്നാലും അച്ഛൻ്റെ ഒരു ആശയാ മോനെ. ഞാൻ മണി ഓർഡർ അയച്ചിട്ട് നീ അത് സ്വീകരിക്കാതിരുന്നാൽ മടങ്ങി വരും. ഇവിടെ എല്ലാവരും അറിയും. അച്ഛൻ ഒരുപാട് പൊങ്ങച്ചങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പൊളിയും. നീ എനിക്കൊരു കത്തയക്കണം. ഒരു പോസ്റ്റ് കാർഡിൽ യെസ് എന്ന് മാത്രം എഴുതിയാൽ മതി. പണം അയക്കുന്നതിൽ നിനക്ക് വിരോധമില്ലെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം. ഒരൊറ്റ വാക്ക് യെസ്. രാമു, നീ ഒരു വലിയ മനുഷ്യനായി പോയി. വലിയ എഞ്ചിനീയർ. എന്തായാലും അവസാനം നീ വന്നൂലോ. നന്നായി, നന്നായി. 500 രൂപയുണ്ട്. ഇന്നത്തെ നിലയ്ക്ക് നിനക്കിതൊക്കെ നിസാര. എന്നാലും അച്ഛൻ്റെ ഒരു സന്തോഷം. രാമു, നീ എന്താ ഈ ചെയ്തത്? എന്തിനാ അങ്ങനെ ചെയ്തത്? നിങ്ങൾ കണ്ടോ അവൻ ചെയ്ത പണി? സ്വന്തം അച്ഛനെ 3-4 കൊല്ലം കൂടി കാണുക അവൻ. എന്റെ മോനെ രാമു, അച്ഛന്റെ കാശ് വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞാ പോരെ. എന്തിനാ അങ്ങനെ ചെയ്തത്? മോനെ, മോനെ രാമു. ഒരു പോസ്റ്റ് കാർഡിൽ യെസ് എന്ന് മാത്രം എഴുതി അയച്ചാൽ മതി. പണം അയക്കുന്നതിൽ നിനക്ക് വിരോധമില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളാം. പഠനത്തിന്റെ തിരക്കിൽ മറന്നു പോകല്ലേ രാമു. ഒരു പോസ്റ്റ് കാർഡിൽ ഒരേ ഒരു വാക്ക് യെസ്. സ്നേഹപൂർവം അച്ഛൻ.
ഹാൻഡ് റൈറ്റിങ്ങിന്റെ ഒരു കോലം. 30 ജൂലൈ 2009. പ്രിയപ്പെട്ട മകൻ രാമുവിന്, ഈ കത്ത് നിന്റെ കയ്യിൽ എത്തിപ്പെടുമെന്ന് എനിക്ക് ഉറപ്പില്ല. പണ്ടെങ്ങോ നിനക്കൊരു അവാർഡ് കിട്ടിയ പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ ഓർമ്മയിൽ നിന്ന് എഴുതുന്ന മേൽവിലാസമാണ്. ഒരച്ഛൻ മകനയക്കുന്ന അവസാനത്തെ കത്ത്. മേൽവിലാസം തെറ്റി മറ്റാരുടെയെങ്കിലും കയ്യിലാണ് ഈ കത്ത് കിട്ടുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഇത് രാമുവിന് കൊടുക്കണം. നിന്റെ കയ്യിൽ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ കീറിക്കളയാതെ മുഴുവനും വായിക്കണേ രാമു. എസ് രാമനാഥൻ, പ്രോജക്ട് എഞ്ചിനീയർ. നമസ്തേ. നടക്ക് മോനെ രാമു, അച്ഛന് വയസ്സായി. പ്രായാധിക്യം കൊണ്ട് ബാധിക്കുന്ന ഒരുവിധം രോഗങ്ങൾ എല്ലാം ശരീരത്തെ ബാധിച്ചു കഴിഞ്ഞു. തിമിരം വന്ന് വലത് കണ്ണിന്റെ കാഴ്ച നശിച്ചു. ഇടത് കണ്ണിന് മങ്ങലുണ്ട്. 2 വർഷം മുമ്പ് ഒരു ബ്രെയിൻ സ്ട്രോക്ക് വന്നതോടെ കൈകാലുകളുടെ ശേഷിയും കുറഞ്ഞു. എല്ലാറ്റിനും പരസഹായം വേണം. ദൈവാനുഗ്രഹത്താൽ മറ്റുള്ളവരുടെ സഹായം അർഹിക്കുന്നതിലേറെ എനിക്ക് കിട്ടുന്നുണ്ട്. റോട്ടറി ക്ലബിന്റെ സൗജന്യ ചികിത്സാ പദ്ധതി അനുസരിച്ച് മധുരയിലെ ഒരു കണ്ണാശുപത്രിയിൽ വെച്ച് അടുത്ത മാസം എൻ്റെ ഇടത് കണ്ണിന് ഓപ്പറേഷൻ നടത്താൻ സൂപ്രണ്ട് തീരുമാനിച്ചു. ഓപ്പറേഷൻ പരാജയപ്പെട്ടാൽ കാഴ്ച നഷ്ടപ്പെടും. എന്തോ ഇത് വിജയിക്കില്ലെന്ന് മനസ്സ് പറയുന്നു. ആകെയുള്ള ഒരേ ഒരു കണ്ണിന്റെ കാഴ്ച കൂടി പോയാൽ ഈ കിഴവൻ പിന്നെ എങ്ങനെ ജീവിക്കും? എന്തിന് ജീവിക്കണം? എന്തോ ഇവിടം വരെ എഴുതിയപ്പോ ഈ കത്തും വെറുതെ ആയി എന്നൊരു തോന്നൽ. എന്നെ വന്ന് കാണണ്ടാന്ന് നീ തീരുമാനിച്ചിരിക്കുന്നു അല്ലേ രാമു? നീ കത്ത് വായിക്കുന്നുണ്ടല്ലോ ഇല്ലേ? ഈ ലോകവും ഇവിടത്തെ കാഴ്ചകളും ഇനി ഏറെക്കാലം എനിക്കുള്ളതല്ല. ഇരുള് മൂടുന്നതിന് മുൻപ് കാണാൻ ആഗ്രഹിക്കുന്ന ചില കാഴ്ചകൾ എനിക്ക് കാണണം. രാമു, അവന്റെ കുഞ്ഞ് ഇന്ദു. അച്ഛാ, അച്ഛനിത് എങ്ങോട്ടാ പോണേ? അച്ഛാ, അച്ഛന്റെ രാമുവാണ്. ഇത് ആരൊക്കെയാന്ന് നോക്കിയേ.
ഒരിക്കലും ഒരു കത്തിന് പോലും മറുപടി കിട്ടിയില്ലെങ്കിലും നിനക്ക് കത്തെഴുതുമ്പോൾ നിങ്ങളോടൊക്കെ സംസാരിച്ചിരിക്കുന്ന സുഖവും ധൈര്യവും ഞാൻ അനുഭവിച്ചിരുന്നു. ഞാൻ അയച്ച എല്ലാ കത്തുകളും നീ വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇതും കീറിക്കളയാതെ നീ വായിക്കുന്നത് എനിക്ക് കാണാം. നന്ദി രാമു, നന്ദി. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം, അച്ഛൻ. ഞാൻ അയച്ച എല്ലാ കത്തുകളും നീ വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇതും കീറിക്കളയാതെ നീ വായിക്കുന്നത് എനിക്ക് കാണാം. നന്ദി രാമു, നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം, അച്ഛൻ. സാറെന്നെ വിളിച്ചോ? ഇല്ല. ബെല്ലടിച്ചല്ലോ. ബെല്ലോ? ബെല്ല് അടിച്ചില്ലല്ലോ. എന്നെ തിരക്കി ആരെങ്കിലും വന്നോ? ഇല്ല. താനൊരു ശബ്ദം കേൾക്കുന്നുണ്ടോ? ദൂരെ ട്രെയിനിന്റെ ശബ്ദം പോലെ എന്തോ ഒന്ന്. റെയിൽവേ ട്രാക്ക് 4-5 കിലോമീറ്റർ ദൂരല്ലേ സാറേ? ആ, നല്ല ഉയരമുള്ള കെട്ടിടമല്ലേ, ചിലപ്പോ കേട്ടെന്ന് വരും. എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ലല്ലോ ഡോക്ടറെ. ഇപ്പം മരുന്നടിച്ചല്ലേ ഉള്ളൂ. 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യൂ. 5 സെക്കൻഡ്. 1, 2, 3, 4, 5. അയ്യോ, എനിക്കിപ്പോ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഈ എന്റെ കാഴ്ച പോയി ഡോക്ടറെ. സിസ്റ്റർ സെഡേറ്റിംഗ് എടുക്കൂ. എന്റെ കാഴ്ച പോയി, എന്റെ കാഴ്ച പോയി.
യെസ് രാമനാഥൻ. കോണ്ടിനെന്റൽ ബിൽഡേഴ്സിന്റെ ഗസ്റ്റ് ഹൗസ് അല്ലേ ഇത്? ഓ രാമനാഥൻ സാർ, J17 10ാം നിലയില 10th ഫ്ലോർ. 10ാം നില. J17. ഇത് രാമനാഥന്റെ വീടല്ലേ? അതെ, ആരാണ്? ഞാൻ ഡോക്ടർ ജോൺ മത്തായി. ദിസ് മൈ കാർഡ്. നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? ഇല്ല, പരിചയപ്പെടാൻ വന്നതാ. പ്ലീസ് വെയിറ്റ്. ഓ, ആരാ മോളെ അത്? ഒരു ഡോക്ടർ ജോൺ മത്തായി, സൈക്കാട്രിസ്റ്റാ. ഇനി അവിടുന്നെങ്ങാനും ആണോ? തിരുവനന്തപുരത്തുനിന്ന് അച്ഛൻ പറഞ്ഞു വിട്ട ആളാണോ? അല്ല, ഇത് ഡോക്ടർ ജോൺ മത്തായി, തിരുവല്ലയിന്നാ, മാന്നാർ. എങ്ങനെ രാമുവിനെ വിളിക്ക? 3 ദിവസമായിട്ട് ഊണും ഉറക്കമില്ലാതെ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ തന്നെയാ. രാമു, ഒരാള് കാണാൻ വന്നിരിക്കുന്നു. ഡോക്ടറാണ്, ജോൺ മത്തായി. എന്താ? പരിചയമുള്ള ആളല്ല. പിന്നെന്തിനാ വന്നേ? ഒരു സൈക്കാട്രിസ്റ്റ് ആണ്. ഹലോ, മിസ്റ്റർ രാമനാഥൻ. രാമു അങ്ങനെയല്ലേ പേര്? അതെ. ക്ഷമിക്കണം, ആരും പോകരുത്. രാമുവിനെ മാത്രമല്ല, ഞാൻ നിങ്ങളെ എല്ലാരെയും കാണാനാ വന്നത്. രാമുവിന്റെ അമ്മയും ഭാര്യയുമാണല്ലേ? ഞാൻ ഡോക്ടർ ജോൺ മത്തായി, ക്ലിനിക്കൽ സൈക്കാട്രിസ്റ്റ് ആണ്. ഗവൺമെന്റ് സർവീസിലായിരുന്നു. ഇപ്പോ റിസർച്ച് ഗൈഡായി പ്രവർത്തിക്കുന്നു. കുറച്ചുകൂടി സ്പെസിഫിക് ആയി പറഞ്ഞാൽ സ്കിസോഫ്രീനിയെ കുറിച്ചുള്ള റിസർച്ച്. ചിത്തഭ്രമം. എന്റെ ഒരു പഴയ പേഷ്യന്റ് മിസ്റ്റർ ശങ്കരനാരായണന്റെ മുറിയിൽ നിന്നാണ് എനിക്ക് നിങ്ങളുടെ മേൽവിലാസം കിട്ടുന്നത്. പകുതിയും മുക്കാലും എഴുതി പോസ്റ്റ് ചെയ്യപ്പെടാത്ത കത്തുകൾ. മോനെ രാമു, ഇന്നലെ അയ്യപ്പൻ വന്നിരുന്നു. ഇതുവരെ 7 കത്തയച്ചു, ഒന്നിനും മറുപടി വന്നില്ല. കത്ത് രാമുവിന് കിട്ടാഞ്ഞിട്ടാണോ അതോ? എനിക്കാരോടും പിണക്കമില്ല, പകയുമില്ല. ഞാനിതിലും വലിയ ശിക്ഷ അർഹിക്കുന്നു. ശങ്കരനാരായണൻ ഏതാണ്ട് 15 വർഷത്തോളം മാനസിക രോഗ ആശുപത്രിയിലെ അന്തേവാസിയായിരുന്നു. അയാളെ തേടി ഒരിക്കൽ പോലും ബന്ധുക്കളാരും വന്നതായി ആശുപത്രി രേഖകളിൽ കാണുന്നില്ല. കടുത്ത മാനസിക രോഗികളെ ബന്ധുക്കൾ ആശുപത്രികളിൽ ഉപേക്ഷിച്ച് കളയുന്നത് സാധാരണ കാഴ്ചയാണ്, പ്രത്യേകിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ. ആരും തേടി വന്നില്ല എന്ന് വെച്ച് ഉടയവരില്ലാത്തവനാണ് ശങ്കരനാരായണനെന്ന് ഞാൻ കരുതുന്നില്ല. ശങ്കരനാരായണൻ മരിച്ചു കഴിഞ്ഞ മാസം 16-ാം തീയതി. ആശുപത്രിയുടെ 10ാം നിലയിൽ നിന്നും ശങ്കരനാരായണൻ താഴേക്ക് വീഴുകയായിരുന്നു. ശങ്കരനാരായണന്റെ കത്തുകളിൽ ഇടയ്ക്കിടെ രാമു എന്നൊരു സംബോധന കണ്ടതല്ലാതെ
താങ്കൾ അദ്ദേഹത്തിന്റെ ആരാണെന്ന് സൂചനകളൊന്നുമില്ല. ആദ്യം അഡ്മിറ്റ് ചെയ്തപ്പോൾ ആശുപത്രി രേഖകളിൽ ഒപ്പിട്ടിരിക്കുന്നത് ഒരു എസ് രാമനാഥനാണ്. അത് നിങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാമു ശങ്കരനാരായണന്റെ മകനാണോ? ആണോ? രോഗിയുടെ ഡയറിയിൽ ഒരുപാട് തവണ ആവർത്തിക്കപ്പെട്ട പേരുകാരൻ എന്ന നിലയ്ക്കാണ് ഞാൻ രാമുവിനെ കാണാൻ വന്നത്. നിങ്ങൾ അദ്ദേഹത്തിന്റെ ആരാണെങ്കിലും ഒരു കാര്യം അറിയുക. അതറിയിക്കാൻ മാത്രമാണ് മേൽവിലാസം തേടിപ്പിടിച്ച് ഞാൻ വന്നത്. അത്യപൂർവമായ ഒരു തരം ചിത്തഭ്രമത്തിനടിമയായിരുന്നു ശങ്കരനാരായണൻ. തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് പകരും എന്നതാണ് ഈ രോഗത്തിന്റെ പ്രത്യേകത. ശങ്കരനാരായണന്റെ അമ്മയും അമ്മാവനും ഇതേ രോഗത്തിന് അടിമകളായിരുന്നു. അവരും ആത്മഹത്യ ചെയ്യുകയായിരുന്നു. മക്കളടക്കമുള്ള അടുത്ത ബന്ധുക്കളാരും ശങ്കരനാരായണനെ തേടി വരാത്തതിന് ഒരു കാരണമുണ്ട്. അവരാരും ദുഷ്ടന്മാരോ അലിവില്ലാത്തവരോ ആയതുകൊണ്ടല്ല, അവരിലും ഇതേ രോഗത്തിന്റെ വിത്തുകൾ നിലനിൽക്കുന്നതുകൊണ്ടാണ്. സ്നേഹം, മനുഷ്യബന്ധങ്ങൾ, ഇതൊക്കെ ഇത്തരം രോഗികളിൽ കുറവായിരിക്കും. എന്നാൽ ശങ്കരനാരായണനെ കാണാൻ ഒരു സ്നേഹിതൻ വരുമായിരുന്നു, അയ്യപ്പൻ. അയാൾ മാനസിക രോഗിയായിരുന്നില്ല. അതുകൊണ്ടാണ് സ്വന്തം കൂട്ടുകാരനോട് അയാൾക്ക് ദയവുണ്ടായത്. സോറി, ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നു. രോഗലക്ഷണങ്ങൾ പുറത്തേക്ക് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയാൽ ഇത്തരം ചിത്തഭ്രമത്തിന് പിന്നീട് ചികിത്സ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ശങ്കരനാരായണന് മക്കളോ അടുത്ത ബന്ധുക്കളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ അറിയാമെങ്കിൽ അവരും ഈ രോഗബാധയുടെ അപകട മേഖലയിലാണെന്ന് അറിയുക. കഴിയുമെങ്കിൽ അവരെ ഈ വിവരം അറിയിക്കുക. ഏർലി സ്റ്റേജിൽ ചികിത്സ തുടങ്ങിയാൽ ഒരുപക്ഷെ രക്ഷിക്കാൻ കഴിഞ്ഞേക്കും. ഒരുപക്ഷെ. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും എന്റെ ഒരു നിരീക്ഷണം പറയാം. ഒരു രോഗിയുടെ മരണശേഷമാണ് സാധാരണയായി അടുത്ത തലമുറയെ ഈ രോഗം ശരിക്കും ബാധിച്ചു തുടങ്ങാറുള്ളത്. ദൈവകോപം എന്നൊക്കെ പഴമക്കാർ പറയും. സ്പെസിഫിക്കായി പറഞ്ഞാൽ തലമുറകളുടെ കർമ്മദോഷം അല്ലെങ്കിൽ പാപഭാരമാണ് മാനസിക രോഗങ്ങൾക്ക് കാരണം. രോഗശമനം ലഭിക്കാതെ, ജീവിത സുഖങ്ങൾ അനുഭവിക്കാതെ, സ്വന്തം ദൗത്യങ്ങൾ നിർവഹിക്കാതെ, കാലസമ്പൂർണത എത്താതെ ഒരു രോഗി മരണത്തിന് അടിമപ്പെടുമ്പോൾ അയാളുടെ ആത്മാവ്, സോൾ അല്ലെങ്കിൽ കോൺഷ്യസ്നസ്, അത് മരണപ്പെടുന്നില്ല. ഒരു ശരീരം മരിക്കുമ്പോൾ മരണമില്ലാത്ത ആത്മാവ് ജീവനുള്ള അടുത്ത ശരീരത്തെ തേടുന്നു. മരിക്കുന്ന ആ ഒരു പോയിന്റിൽ മാത്രമല്ല, ജീവിച്ചിരിക്കെ തന്നെ ആത്മാവിന്റെ ട്രാൻസ്ഫറിങ് ആരംഭിക്കുന്നുണ്ട്. ജീവിച്ചിരിക്കുന്ന തൊട്ടടുത്ത ബന്ധുക്കളിലാണ് മരിച്ചവരുടെ ആത്മാവ് പിന്നീട് വസിക്കുന്നത്. സഹോദരങ്ങളിൽ, മക്കളിൽ, മക്കളുടെ സ്ഥാനമുള്ള തൊട്ടടുത്ത രക്തബന്ധങ്ങളിൽ. മാനസിക രോഗങ്ങൾ മാത്രമല്ല, എല്ലാ പാരമ്പര്യ രോഗങ്ങളും, സ്വഭാവ വൈചിത്ര്യങ്ങളും, അഭിരുചികളും, കഴിവുകളും, കഴിവുകേടുകളും എല്ലാം ആത്മാവിന്റെ തുടർ പ്രക്രിയയാണ്.
എവിടെയാ അമ്മ? ആരുമില്ലേ അമ്മ? അമ്മ തൊണ്ട വരളുന്നു വെള്ളം വേണം അമ്മ. ആരുമില്ല. ഫ്രിഡ്ജ് എവിടെ? ഫ്രിഡ്ജ് എവിടെ? അമ്മ കാണിക്കുന്നു.